എല്ലാരും പറഞ്ഞു ജാൻചേട്ടനോട് ഇരിക്കുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. നീ നമ്മളൊരുമിച്ച് ചെയ്തപ്പോ നീ എന്നോട് പറഞ്ഞില്ലടാ ഭാഗ്യമാണെന്ന്. അല്ലെ, അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ കാണുന്ന ഒരാളായിരിക്കണേ. സ്ഥാനം ഇറങ്ങിയില്ലേ പരിപാടി. പിന്നെ എനിക്കൊന്ന് ഇന്റർവ്യൂ ഏതാ കപ്പൽ മുതലാളിയാ? എടാ ഇവന്റെ ചേട്ടന്റെ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാണ് സത്യത്തിൽ. ഇവന്റെ ചേട്ടനാണ് ആ പാട്ട് പാടിയത്. പക്ഷെ അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊടുക്കും പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയെന്നുള്ളൂ. സ്വന്തം കൂടി ചേട്ടന്റെ പാട്ട് ഹിറ്റാക്കാൻ നോക്കി അങ്ങനെ വന്നതാണത്. സ്ഥാനത്താണ് നിങ്ങളെ കാണുന്നത്. ആ എന്നാ കുഴപ്പം. ചാൻസ് ഉണ്ടായിട്ടോ കപ്പൽ മുതലായി 4K ഉറപ്പ് ഞാൻ ഇറക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെ, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡാർവിൻ ചേട്ടൻ ചെയ്യാന്ന് ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യുവാണെങ്കിൽ ഇവൻ അഭിനയിച്ച കാരണവർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. തിരക്കിനിടയിൽ മറ്റേ തോമസ് ചാക്കോടെ കുറെ സ്വർണത്തിനിടയിൽ ഏട്ടന്റെ കാപ്പോ മുങ്ങിപ്പോരുതെന്ന് പറഞ്ഞ പോലെ അതവിടെ ഇരിപ്പുണ്ടേ സുഹൃത്തുക്കളെ. ഒരാവശ്യമില്ല. ജാൻചേട്ടന്റെ സ്ക്രിപ്റ്റുകൾ എപ്പോഴും മലയാളികൾക്ക് എക്സൈറ്റ്മെന്റ് സർപ്രൈസ് എലമെന്റ് എന്തായാലും ഉണ്ടാവും. ഹ്യൂമർ എലമെന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ട്രെയിലർ കണ്ടപ്പോഴും ഒരു ഫീല് കിട്ടി. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ശ്രീനിച്ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും എന്തായിരുന്നു റിയാക്ഷൻ? ഞാൻ ഇത് ഈ നടന്ന സംഭവം ഇതൊരു എന്താ പറയണ്ടേ, ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ നടന്ന സംഭവം എൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം അതേപടി പുള്ളിയെടുത്ത് നറേറ്റ് ചെയ്ത് ഇതിന്റെ പ്രശ്നമുണ്ടോ? ആരുടെയും കൈ ഫോണുണ്ടോ? ഇരിക്കണം മുഴുവൻ ഫോണല്ലേ. ഫോണ് മൈക്കിന്റെ അടുത്ത് ഫോണൊന്നും ഇപ്പൊ അങ്ങനെ വെച്ചൊന്നും വരികയില്ല. ഇതൊക്കെ പണ്ട് കാലത്താണ്. ശരി. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഈ സംഭവം അതേപടി, ഈ നടന്ന സംഭവം, ആ രാത്രിയിൽ നടന്ന ആ സംഭവം അതേപടി പറയുക ചെയ്ത്. അപ്പൊ പുള്ളി അതിനെ ഒരു എന്താ പറയുക, ഇതിങ്ങനെ സിനിമയായി വരും ഒക്കെ, ഇത് സിനിമയായി വന്നാൽ രസം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മള്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതില് എന്റെ അച്ഛനായിട്ടാണ് അപ്പൊ അച്ഛൻ അഭിനയിച്ചിരിക്കുന്നത്, അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു വേഷം ഉണ്ടെന്ന് ചോദിച്ചാൽ പുള്ളി സന്തോഷത്തോടെ വന്ന് ചെയ്തു തന്നു. അത് അതുകൊണ്ടല്ലടാ നമ്മള് കഴിഞ്ഞ വർഷം തൊട്ട് ഇത് റിലീസ് ചെയ്യാൻ, കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് നോക്കിയപ്പോൾ ഇവർ കൊണ്ടലുണ്ടായിരുന്നു. കൊണ്ടലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, മിന്നലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, പിന്നെ ഏതാണ് നടന്ന സംഭവം. ഇപ്പൊ എന്റെ ഡിറ്റക്റ്റീവ് വിജിലന്റെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇവരുടെ തന്നെ സിനിമകൾ കറക്റ്റ് സമയത്ത് ഓരോ സിനിമകൾ ഉണ്ടായത് കൊണ്ട് തന്നെ അപ്പൊ നമ്മളൊരു സമയം നോക്കി പിന്നെ എല്ലാം ഈ തിരക്കും പരിപാടി എല്ലാം, കാരണം കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളൊക്കെ എല്ലാ ആഴ്ചയും 3-4 റിലീസൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, അപ്പോഴേ വരുള്ളൂ. അപ്പൊ അത് അങ്ങനെ നമ്മള് ഒരു കറക്റ്റ് ഒരു സമയം നോക്കി. പിന്നെ ഈ ഫെബ്രുവരി മാസം ഞാൻ ആക്ച്വലി എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ ഈ ഒരു റിലീസ് ഈ മാസം നോക്കിയതാണ്. എടാ അങ്ങനെ വിശ്വാസം എന്ന് വെച്ചാൽ നമ്മള് വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മളിത് സിനിമയാക്കിയത്. അന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് സിനിമ നമ്മള് ഒരു കഥ ഇഷ്ടമായി നമുക്കൊരു എല്ലാവരോടും പറഞ്ഞ് ഇഷ്ടമായതിനു ശേഷം ഇത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ പാളിപ്പോവാം. മനസ്സിലായി? ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നന്നായി ഷൂട്ട് ചെയ്ത് വരണം, ഇതിന്റെ ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്ത് കറക്റ്റായിട്ട് വരണം, നല്ല പെർഫോമൻസ് വരണം. നമ്മളിപ്പോൾ ഇപ്പൊ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ഞാൻ രമേശ് ഏട്ടനെയും ധർമ്മേട്ടനെയും വെച്ചിട്ടാണ്, ഇവരുടെ കോമ്പിനേഷനാണ് ഞാൻ ആദ്യം പിടിക്കാന്ന് വെച്ചത്, ഈ പോലീസുകാരുടെ. അപ്പൊ എനിക്ക് ഇവരെ ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റേജ് ഷോസും അല്ലെങ്കിൽ ഇവരുടെ ബഡായി ബംഗ്ലാവിലെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ ഇവർ ഓൺ സ്ക്രീൻ വരുമ്പോൾ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പിന്നെയാണ് രമേശ് ഏട്ടനും അജു ഒരു കോംബോ വരുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവര് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഓൺ സ്ക്രീൻ ചില ആൾക്കാരുടെ ഒരു കെമിസ്ട്രി ഉണ്ടാവില്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഇതൊക്കെ കറക്റ്റായിട്ട് വരണം. ഇതിൽ ഏതെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാലും ഇതൊന്നും കറക്റ്റ് വന്നില്ലെങ്കിലും നമ്മൾ വിചാരിച്ച പോലൊന്നും പരിപാടി വർക്കാവില്ല. ജീവ ആയിക്കോട്ടെ, ദിവ്യനായിക്കോട്ടെ, എനിക്ക് ഈ പറയുന്ന ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതും എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ജീവ ചെയ്ത റോളായിക്കോട്ടെ, ദിവ്യൻ ചെയ്തായിക്കോട്ടെ, ഇവരെയൊക്കെ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഇവരെയൊക്കെ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ജീവയുടെ ഷോസും അല്ല ആങ്കർ ചെയ്തതും അല്ലെങ്കിൽ ജീവയുടെ യൂട്യൂബ് ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം ആ രീതിയിൽ എനിക്ക് ജീവൻ എനിക്ക് എൻ്റെ ഈ കൂട്ടുകാരനുമായിട്ട് എനിക്ക് അധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ദിവ്യനെ എനിക്ക് ഇതേപോലെ
സിനിമക്കപ്പുറത്തൊരു പരിചയവും ബന്ധമുണ്ട്. ദിവ്യനാണ് ഈ പ്രൊജക്റ്റ് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ദിവ്യനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് അളിയനത് ചെയ്യുമോ, കാരണം പഴയ വിൻറ്റേജ് മുകേഷ് ഏട്ടൻ്റെ ചില മാനറിസവും ഇതൊക്കെ അളിയൻ്റെ കയ്യിലുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് അളിയനത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പം ആ രീതിയിൽ ഇതൊക്കെ എല്ലാം ഒത്തു വന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ഒരു സാധനം ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മികച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ നമ്മൾ ആർട്ടിസ്റ്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, എന്നാൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ചില റെസ്ട്രിക്ഷൻസും ചില കാരണം നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് പോയി. പക്ഷെ ആർട്ടിസ്റ്റ് പെർഫോമൻസിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര വിശ്വാസമുണ്ട്. ഇവരുടെയൊക്കെ ഒരു കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ രമേശേട്ടൻ എനിക്ക് തോന്നുന്നു കപ്പൽ മുതലാളിക്ക് ശേഷം രമേശേട്ടൻ്റെ കരിയർ ബ്രേക്ക് ആയിരിക്കും ഈ സാധനം അല്ലേ? കപ്പൽ മുതലാളി കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിലല്ലേ നിങ്ങൾക്ക് ആരാധന തോന്നും പുള്ളിയോട്. പക്ഷേ ഇപ്പൊ അന്നൊക്കെ